ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സന്ധ്യാനേരം ആയിട്ടുണ്ട് കേട്ടോ. 6:30 ആയിട്ടുണ്ട്. 6:30 ആയിട്ടുണ്ടെങ്കിൽ പോലും ഇരുട്ടാവാൻ ഇപ്പോൾ കുറച്ച് വൈകിയാണല്ലോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഷീറ്റ് ആകെ കീറിയിട്ടുണ്ട്. മറച്ച ഷീറ്റ് നല്ലോണം കീറിയിട്ടുണ്ട്. ആദ്യം ഇത് കുറച്ച് കീറിയിട്ടുള്ളൂ. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കീറിയിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് റിച്ചുവിൻ്റെ കളി കൊണ്ട് നല്ലോണം കീറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആകെ ബോറായി കിടക്കുകയാണ്. അപ്പോൾ ഞാനവിടെ സാരി കൊണ്ടൊരു കർട്ടൻ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മയുടെ സാരി കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കർട്ടൻ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാരി നമ്മളെ മറച്ച സ്ഥലത്തിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് ഞാൻ 3ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ 3 സൈഡും ഞാൻ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് കർട്ടൻ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല മഴ കുറവുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് മുന്നേയൊക്കെ നല്ല ഇടിയും മഴയും വൈകുന്നേരം ആയാൽ പുറത്ത് എവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വലിയ ചെറുതായിട്ടൊന്ന് ചാറിപ്പോകാന്നല്ലാതെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് അടിക്കാതിരിക്കുന്ന മുന്നേയും അങ്ങനെ തന്നെയായിരുന്നു. ചെറുതായിട്ടൊന്ന് ചാറുക, പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നിൽക്കും, പിന്നെ അതേപോലെ തന്നെ ചാറി നിൽക്കുകയും കേട്ടോ. അപ്പോൾ റിച്ചോട്ട് നമ്മൾ അച്ഛൻ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൂടെ പോയിക്കൂടെയെന്നില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ അവന് അകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തയ്ക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 ഭാഗവും യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ലെങ്ത്ത് താഴേക്ക് കുറച്ച് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കയറിടാനുള്ള ഹോള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ അവിടെ ഒരു കർട്ടൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബെഡ്ഷീറ്റ് കൊണ്ട് ഒരു ചെറിയൊരു കർട്ടൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു ചെറിയൊരു ഹോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റിച്ചോട്ടിൻ്റെ കളി കൊണ്ട് ഹോൾ നല്ലോണം കീറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കീറിയ ഭാഗത്തുള്ള ഷീറ്റൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മളവിടെ ഉണ്ടാക്കിയ കർട്ടന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും റിച്ചും കൂടിയിട്ട് നമ്മൾ കർട്ടണിലെ കയറൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ. കയറിട്ടിട്ട് വേണമല്ലോ നമുക്ക് കെട്ടിയെടുക്കണമെങ്കിൽ. അപ്പോൾ റിച്ചോട്ടൻ കയറ് കുറച്ച് കളി കൂടിയിട്ടുണ്ട്. അവന് ഞാനത് വലിക്കും തോറും ഓൻ അങ്ങോട്ട് വലിച്ചിട്ടും ഓരോന്ന് കാട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചീത്ത പറയുമ്പോൾ അവന് മാറി നിന്നിട്ട് റിച്ചിന് ആരുമില്ല, റിച്ച് പോവുകയാണ്, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും കേട്ടോ. അങ്ങനെ എന്ത് പറഞ്ഞാലും പിന്നെ ഞാൻ വിളിക്കുമ്പോഴത്തേക്കൊക്കെ ശരിയാവും. എന്നാലും അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കയറിടലായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും റിച്ച് രാത്രി രാജേട്ടൻ വരുന്ന വരെ ഒറ്റയ്ക്കാവുമല്ലോ. ഒരു 9 മണി 9:30 ആകുമ്പോൾ അവർ വരാറ്. അപ്പോൾ ആ ടൈം വരെ ഞങ്ങൾ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നുറുങ്ങ് പരിപാടി കൊണ്ട് അങ്ങനെ തന്നെ രാത്രിയൊക്കെ പോവാറ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ആ ഷീറ്റ് കയറിയപ്പോൾ തോന്നിയൊരു ഇതാണ്, ഇപ്പോൾ നമുക്ക് സാരി കൊടുന്ന് വെച്ചിട്ട് കുറേ ദിവസമായി, അപ്പോൾ അതുകൊണ്ട് എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടോട് ചീത്ത പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കേൾക്കും കേട്ടോ. അപ്പോൾ ഞാൻ കസേര കൊടുന്നു തരാൻ പറഞ്ഞപ്പോൾ റിച്ചിട്ടിന് അവിടെ കെട്ടിയപ്പോൾ ഒന്നുകൂടി ഹൈറ്റിൽ കെട്ടിയെങ്കിൽ ഒന്നുകൂടി ഇതായി നിൽക്കുള്ളൂ വിചാരിച്ചു. അപ്പോൾ റിച്ചിട്ടനോട് കസേരയല്ല സ്റ്റൂള് കൊടുന്നു തരാൻ പറഞ്ഞപ്പോൾ മോനൊക്കെ കൊടുന്നു തന്നിട്ടുണ്ട് കേട്ടോ. മറ്റു ഭാഗത്ത് നമ്മൾ പഴയ കർട്ടൻ തന്നെ കേട്ടോ യൂസ് ചെയ്തത്. ഇവിടുന്ന് അയച്ച് മാറ്റിയ കർട്ടൻ ഉണ്ടായിരുന്നല്ലോ, അതെടുത്തു. പിന്നെ എൻ്റെ അടുത്ത് വേറൊരു പഴയൊരു കർട്ടൻ്റെ ഇതുണ്ടായിരുന്നു. അതിന് തയ്ക്കൊന്നും ചെയ്തില്ല, അതേ 2 മടക്കി കെട്ടിയിട്ട് അങ്ങനെ കെട്ടി കൊടുക്കാണ്ട് ചെയ്തിട്ടും. പിന്നെ നമ്മൾ റൂമിൽ പോയപ്പോൾ വെച്ചിട്ട് നല്ല കളിയിലാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കളിപ്പാട്ടം കൊണ്ട് കളിക്കൽ കുറവാണല്ലോ. അപ്പോൾ അവന് അടുക്കളയിൽ നിന്ന് 2-3 പാത്രങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് സ്പൂൺ കൊണ്ട് അവൻ്റെ കളി സാധനങ്ങളൊക്കെ അതിലിട്ട് ഇങ്ങനെ ഇളക്കി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയത് അവന് ചക്കക്കുരു ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ വിളിച്ചപ്പോൾ അവൻ വന്നില്ല, പിന്നെ മൂപ്പര് വന്നു കേട്ടോ. പിന്നെ ഞാനും അവനും കൂടിയിട്ട് ചക്കക്കുരു ഉണ്ടാക്കിയിരുന്നേ.
പിന്നെ നമ്മളവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി റെസ്റ്റൊക്കെ എടുത്തിട്ടോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു 8 മണി, ഏകദേശം 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് റിച്ചുവിന് നമ്മൾ ഫുഡൊക്കെ കൊടുക്കാറ്. അപ്പോൾ റിച്ചുവിന് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.